ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, അവരെല്ലാരും വന്നിട്ടുണ്ട്. എങ്ങോട്ടാ നീ? എനിക്കെന്റെ നവീനെ കാണണം. എന്താ നീ പറയുന്നേ? നവീനെ കാണാൻ വേണ്ടിട്ടല്ലേ അവളെ ഒരുക്കി നിർത്തിയിരിക്കുന്നേ? മമ്മി, മോളെ പ്ലീസ്. ഏയ്, ഇവളെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല മമ്മി. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇവളോട് ഇത് കഴിക്കാൻ പറ. മോളെ, നോ മമ്മി. ഇവളെങ്ങനെ മുഖാമുഖം കാണുന്ന ഓരോ നിമിഷവും എനിക്കിങ്ങനെ ഇറിറ്റേഷൻ ആവുക. എല്ലാം മാറ്റം പറ, എല്ലാം മാറ്റം പറ മമ്മി. അപ്പൊ ഇതെല്ലാം അഴിച്ചു വെക്കാല്ലേ? വേണ്ട മമ്മി, ഞാൻ പറയുന്നത് കേക്ക്. മോളെ, നീ ഇതെന്താ പറയുന്നത്? വന്നേ മോളിങ്ങ് വന്നേ. മോളെ, എന്താ മമ്മിയുടെ ഉദ്ദേശം? എന്റെ രൂപത്തിൽ അതേപോലെ അവള് നവീന്റെ അടുത്തേക്ക് ചെന്നാ ഞാനാണെന്ന് കരുതിയല്ലേ നവീൻ ബിഹേവ് ചെയ്യാ? നവീൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചാ നവീൻ അവളെ സ്നേഹിച്ചോട്ടെന്നോ? മോളെ, നവീൻ അവളെ അല്ലല്ലോ സ്നേഹിക്കുന്നത്, നിന്നെയല്ലേ. നീയാണെന്ന് കരുതിയിട്ടല്ലേ അവളോട് സംസാരിക്കുന്നതും നോക്കുന്നതും ഒക്കെ. നോ, അവള് നവീനെ നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. ഗാഥ, ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് നീ ബഹളം വെച്ചാല് എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കും മോളെ. ഓക്കെ. ലുക്ക്, നവീൻ വരും, നിന്റെ അടുത്ത് വന്ന് സംസാരിക്കും. പക്ഷേ നീ നവീന്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. നവീനോട് നീയായിട്ടൊന്നും പറയാനും പാടില്ല, ചിരിക്കാനും പാടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ മമ്മി. മോളെ, റൂമിലേക്ക് ഇല്ല പ്ലീസ്. മമ്മി പറയുന്നൊന്ന് കേക്ക് മോളെ. ഗാഥ മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരിവിടെ എത്തിക്കഴിയുമ്പോ ഗാഥ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായോ? നമുക്ക് നോക്കാം. ഗാഥ മാഡം കൃഷ്ണയായിട്ടിപ്പോ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ മാം? ഇല്ല, അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും വയലന്റ് ആവുന്നത്. കൃഷ്ണ, സൂക്ഷിച്ചു നിൽക്കണം. ഇന്നത്തെ കൃഷ്ണയുടെ പെർഫോമൻസ് നിർണായകമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ അവരിവിടുന്ന് തിരിച്ചു പോണം, കേട്ടല്ലോ? ശരി. നിർമ്മലയൊക്കെ വന്ന വണ്ടി എവിടെ? അവരെ കാണുന്നില്ലല്ലോ. അമ്മായി കയറിയ വണ്ടിയല്ലേ, അത് നേരെ തലതിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അവര് വരുമ്പോ വരട്ടെ, നമുക്ക് അകത്തേക്ക് കയറാം. അത് ശരിയല്ല മോനെ, അവരും കൂടെ വരട്ടെ. എവിടെയെങ്കിലും ബ്ലോക്കിൽ പെട്ടായിരിക്കും സാറേ. കഴിഞ്ഞ ജംഗ്ഷൻ വരെ നമ്മുടെ തൊട്ടുപുറകിലുണ്ടായിരുന്നു. എന്തായാലും അവര് വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കയറാം. ഇനി അതൊരു ലക്ഷണക്കേടാവണ്ട. നിർമ്മല വരുന്ന വണ്ടി സ്ഥലം തെറ്റി വേറെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു അല്ലേ? ഏയ്, നിർമ്മല വന്നേ പറ്റൂ. അത് എന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് സിത്താരയും കാതമോളും മുന്നിലെത്തുമ്പോ നിർമ്മലയുടെ നാവ് വെറുതെ ഇരിക്കില്ല. അവൾ എന്തെങ്കിലും പറയും, അപ്പോ സിത്താര അത് ഏറ്റുപിടിക്കും. കാര്യം നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിന് അത് ചേരുന്നതല്ല. പക്ഷേ നിർമ്മല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ പേരില് ഈ വിവാഹം അവസാനിച്ചു എന്ന് സിത്താര പറഞ്ഞാല് നമ്മുടെ ജോലി കുറഞ്ഞു. കഷ്ടം. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് കൂടെ നിന്നിട്ട് അത് മുടങ്ങണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിക്കുക അല്ലേ? അവന്റെ നന്മയ്ക്കല്ലേടാ. ഈ ഡ്രൈവറൊക്കെ തെക്ക് മുടക്കൊന്നും അറിയത്തില്ലെന്നേ.
2-3 പ്രാവശ്യം ഈ വീടിന്റെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചതാ. എന്നിട്ട് ഇപ്പോഴാ കണ്ടുപിടിച്ചത്. നിങ്ങൾ എന്താ അകത്ത് കയറാതിരുന്നത്? ഇവിടെ ആരും ഇല്ലേ? വീട് പൊട്ടി എങ്ങോട്ടെങ്കിലും പോയോ? നിർമ്മലയൊക്കെ വരാൻ കാത്തതാ, ഒന്നിച്ച് കയറാന്ന് കരുതി. ആ എന്നാ പിന്നെ ഇപ്പൊ എല്ലാരും എത്തിയല്ലോ, നമുക്ക് അകത്തേക്ക് പോയാലോ? ആ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മാവനോടും അമ്മയോടും മറ്റൊരു കാര്യം പറയാനുണ്ട്. സിനി, അവരെത്തിയിട്ടുണ്ട്. നോക്ക്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറിക്കോണം. അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതാ സിനി തൊട്ടടുത്തുണ്ടാവും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കേട്ടല്ലോ? സിനി, ഇവളുടെ തൊട്ടടുത്ത് തന്നെ കാണണേ. യെസ് മാം. മോളെ, അവരെല്ലാരും വന്നിട്ടുണ്ട്. എങ്ങോട്ടാ നീ? എനിക്കെന്റെ നവീനെ കാണണം. എന്താ നീ പറയുന്നേ? നവീനെ കാണാൻ വേണ്ടിട്ടല്ലേ അവളെ ഒരുക്കി നിർത്തിയിരിക്കുന്നേ? മമ്മി, മോളെ പ്ലീസ്, ഇപ്പൊ എന്നോട് നീ ഒരു തർക്കത്തിന് വരരുത്. ഈ റൂം അടച്ച് ഇവിടെ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു ശബ്ദം ഉണ്ടാവരുത്. ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ ഇടയാവരുത്. മനസ്സിലായോ മോക്ക്? മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. നമ്മൾ ഈ നല്ല ജീവിതത്തിന് വേണ്ടി വ്രതമൊക്കെ എടുക്കാറില്ലേ? അങ്ങനെ കരുതിയാ മതി. ഞാൻ പോയി അവരെ റിസീവ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞത് മൂന്നൂർക്കും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. നമ്മളിവിടെ വന്നിരിക്കുന്നത് മംഗളകരമായ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാ. മറിച്ചുള്ള വാക്കുകളൊന്നും ആരുടെ വായൊന്നും വരരുത്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ച തിരിച്ചെത്തിയിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. എന്നാലും എന്റെ പൊന്നു മോനെ, നിന്റെ ബന്ധു വീട്ടിന്റെ ഉമ്മർത്ത് കൊണ്ട് നിർത്തി ഞങ്ങൾ ഇങ്ങനെ കൊല്ലണമായിരുന്നു. എല്ലാരും എത്തിയല്ലോ. നിങ്ങളെന്താ ബെല്ലൂടെ അടിക്കായിരുന്നേ? ഞങ്ങള് 2 വണ്ടിയിലാ വന്നത്. ഒരു വണ്ടി എത്താൻ വൈകി. ഒരു ചടങ്ങിന് വരുമ്പോ എല്ലാവരും കൂടി കയറി വരുന്നതാണല്ലോ മര്യാദ. വരൂ വരൂ, അമ്മ വരൂ. അമ്മ